വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം മൈക്കിലൂടെ ഉറക്കെ വായിക്കുക. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ദൈവപുത്രനായ യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാകും. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമല്ലാതെ വേറെ ആരേതെല്ലാം സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്താലും അത് സാക്ഷാലുള്ള സ്വാതന്ത്ര്യമല്ല, അതെല്ലാം പരിമിതമായ സ്വാതന്ത്ര്യമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ സാക്ഷാലുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുകയുള്ളൂ, വേറെ ആർക്കും അത് പറ്റില്ല. എന്താ യേശുക്രിസ്തുവിന് മാത്രം കഴിയുന്ന സാക്ഷാലുള്ള സ്വാതന്ത്ര്യം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് അഭിമാനിക്കുന്നവർ ഞങ്ങൾ ആരുടെ? യേശുവിനടുത്ത് തന്നെ പറഞ്ഞു. യേശു പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ അടിമയാണ്, നിങ്ങൾ പിശാചിൻ്റെ അടിമയാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ആർക്കും അടിമയായിട്ടില്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. യേശു അവരോട് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാ, കാരണം അവൻ സകല പാപവും അധർമ്മവും ചെയ്യുന്നവനാ. അതുകൊണ്ട് നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ കോടിക്കണക്കിന് രൂപയുള്ളവരുണ്ട്, സകല സൗഭാഗ്യങ്ങളുള്ളവരുണ്ട്. പക്ഷേ തിരുവെഴുത്ത് പറയുക, അവരെല്ലാം അടിമകളാണ്. അവരുടെ കയ്യിൽ കാശ് ഒത്തിരി കാണുമായിരിക്കാം, ആൾബലം ഒത്തിരി കാണുമായിരിക്കാം, ആളുകളൊക്കെ ചുറ്റും നിൽപ്പുണ്ടായിരിക്കാം. പക്ഷെ തിരുവെഴുത്ത് പറയുക, അവർ പാപത്തിന്റെ അടിമകളാണ്. ഇന്ന് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവെഴുത്ത് പറയുക, പാപത്തിന്റെ അടിമകൾ. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? യേശുക്രിസ്തുവിന് മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാ. നമ്മൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാതെ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിനകത്തായിരുന്ന നമ്മളെ കർത്താവ് സ്വതന്ത്രമാക്കി. എങ്ങനെയാ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വേദപുസ്തകം പറയുന്നു. പാപപരിഹാരത്തിനായി യാഗങ്ങളും കൂദാശകളും ഒക്കെ ആളുകൾ പറയുന്നു, മതങ്ങളത് ശുപാർശ ചെയ്യുക. പക്ഷേ ഒരു കൂദാശകൾക്ക്, ഒരു നേർച്ച കാഴ്ചകൾക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരാൻ പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ? പാപത്തിന്റെ പരിഹാരത്തിന് മനുഷ്യന്റെ പ്രയത്നങ്ങൾ പരിഹരിക്കാത്തതിന് കാരണം തിരുവെഴുത്ത് പറയുന്നു, ഒരു സൽപ്രവൃത്തി കൊണ്ടും മനുഷ്യൻ രക്ഷപ്പെടില്ല. കാരണം നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാകിയാൽ നിങ്ങളും സൽഗുണപൂർണരാകണം. എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്താലും, ഏതൊക്കെ സൽപ്രവൃത്തികൾ ചെയ്താലും, ഏതൊക്കെ നേർച്ച കാഴ്ചകൾ ചെയ്താലും പാപത്തിന് പരിഹാരമാകില്ല. കാരണം മനുഷ്യൻ പാപിയാകയാൽ അവൻ ചെയ്യുന്ന നേർച്ചകളാകട്ടെ, അവൻ ചെയ്യുന്ന കാഴ്ചകളാകട്ടെ, അവൻ ചെയ്യുന്ന വഴിപാടുകളാകട്ടെ, ഇതൊന്നും ദൈവം മുമ്പാകെ പ്രസാദമല്ല. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യന്റെ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ പറ്റില്ല. അവിടെയാണ് പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുകയാ, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിലുള്ള സ്വാതന്ത്ര്യം ആര് തരും? ആർക്ക് തരാൻ പറ്റും? യേശുക്രിസ്തുവിന് മാത്രം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, അവന്റെ ബലിമരണത്തിൽ വിശ്വസിച്ച്, അവന്റെ രക്തം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ടതാണെന്ന് വിശ്വസിച്ച്
യേശുവിനെ വിശ്വസിക്കുന്നവര് തിരുവെഴുത്ത് പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അവകാശം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തിന് പരിഹാരം ആർക്കേ വരുത്താൻ പറ്റൂ? യേശുവിന് മാത്രം. പണം കൊണ്ട് അതിന് പരിഹാരം പറ്റാൻ പറ്റുകയില്ല, സൗകര്യങ്ങൾ കൊണ്ട് പറ്റുകയില്ല. സകല മനുഷ്യരും പാപത്തിൻ്റെ അടിമകളാൽ പാപം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു യജമാനനെ പോലെ പാപം ഭരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരോട് തിരുവെഴുത്ത് പറയുന്നു. യോഹന്നാൻ 8:34 ഒന്ന് വായിച്ച്, വേഗം വായിച്ച്. അതിനെ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് അവൻ പാപത്തിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. എന്താ തിരുവെഴുത്ത് പറയുന്നു? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നിരിക്കുന്നു. ആദമിന്റെ പാപം നിമിത്തം ആദമിന്റെ സന്തതി പരമ്പരകളെല്ലാം പാപികളായി തീർന്നു. തിരുവെഴുത്ത് പറയുക, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാ. എത്ര കാശുണ്ടായാലും എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും തിരുവെഴുത്ത് വ്യക്തികളെ പറയുക, നിങ്ങൾ പാപികളാ, പാപത്തിന്റെ ദാസന. പാപം ഒരു യജമാനനെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പറയുക, എന്നിലേക്ക് നോക്കുക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും, പാപത്തിന്റെ ചങ്ങലകളെ ഞാൻ പൊട്ടിക്കും. യേശുക്രിസ്തു പറയുക, എന്നിൽ ആര് വിശ്വസിക്കുന്നുവോ അവൻ എന്നെ ഞാൻ കർത്താവാണെന്ന് ആര് ഏറ്റുപറയുന്നുവോ, ഞാൻ ദൈവപുത്രനാണെന്ന് ആര് സമ്മതിക്കുമോ, ഞാൻ അവൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് ആര് വിശ്വസിക്കുമോ അവരുടെ പാപത്തിന്റെ ചങ്ങലകൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്നവരാ ഞാനും നിങ്ങളും. അല്ലേ? നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ നേർച്ച കൊണ്ടല്ല, നമ്മുടെ വഴിപാട് കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല. പകരം യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ചങ്ങല എന്നെ വിട്ടു, ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. നമ്മളെക്കുറിച്ച് ഇപ്പം വചനം പറയുന്നത് എന്താണെന്നറിയാമോ? റോമർ 6:17-18 വായിക്കാം. കണ്ടോ, നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. പക്ഷേ നമ്മളെ പഠിപ്പിച്ച സത്യവചന എന്താ? സത്യവചന നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവന്റെ രക്തം നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒഴുകപ്പെട്ടു. ഈ സത്യം വിശ്വസിച്ച് ഹൃദയപൂർവ്വം അതനുസരിച്ച് യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് കൊണ്ട് നിങ്ങൾ ഇന്ന് പാപത്തിന്റെ ദാസന്മാരല്ല, പകരം ഇന്ന് നീതിക്ക് ദാസന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് ശിക്ഷയുണ്ടല്ലേ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പക്ഷെ വിശുദ്ധ തിരുവെഴുത്ത് എന്താ പറയുന്നത്? റോമർ 8:1 എന്താ പറയുന്നത്? വായിക്കാം. കേട്ടോ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, കേട്ടോ, യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. നമ്മൾ ക്രിസ്തുയേശുവിനുള്ളവരായി മാറിയത് കൊണ്ട് തിരുവെഴുത്ത് പറയാ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിന്റെ ശിക്ഷ നമ്മിൽ നിന്ന് നീക്കി തന്ന സർവശക്തനായ നമ്മുടെ കർത്താവിന് ഇന്ന് രാവിലെ എത്ര പേര് നന്ദിയോടെ സ്തോത്രം ചെയ്യും? ക്രിസ്തുയേശുവിൻ്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ഇനി പാപം നമ്മിൽ കർത്തൃത്വം നടത്തുകയില്ല. ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചിരിക്കുന്നു. റോമർ 6:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് പോലെ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. എന്താ കാരണം? പാപത്തിന്റെ ചങ്ങല യേശു പൊട്ടിച്ചു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. അതനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യം മുഴുവൻ വൈദേശിക ശക്തികളിൽ നിന്ന് രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടത് ആമൻ ആഘോഷിക്കുന്ന ഈ സമയം യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ചു എന്നും അതിന്റെ കർത്തൃത്വത്തെ നമ്മിൽ നിന്ന് മാറ്റിയെന്ന് സന്തോഷിക്കുന്നവര്, അത് അംഗീകരിക്കുന്നവര്, വിശ്വസിക്കുന്നവര് സ്തോത്രം ചെയ്യുക. ഈ ദൂത്
കേൾക്കുന്നവരോടായിട്ട് വിളിച്ചു പറയട്ടെ, പാപത്തിൽ അടിമപ്പെട്ട്, പാപത്തിന്റെ പ്രവൃത്തികൾ അടിമപ്പെട്ട്, പാപത്തിന്റെ പ്രവൃത്തികളായി മദ്യപാനത്തിലും മയക്കുമരുന്നിലും ആസക്തികളിലും അടിമപ്പെട്ട് ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, പാപത്തിന്റെ ഈ ആസക്തിയിൽ നിന്ന്, ഇതിന്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല, ഒരു പുരോഹിതനും കഴിയില്ല, ഒരു നേർച്ചകൾക്ക് കഴിയില്ല. പകരം പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന അവൻ യേശു ക്രിസ്തുവിനെ മാത്രം. കാരണം യേശു മാത്രമാണ് പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി. എന്തിൽ നിന്നാ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. ഇനി ഇത് വാഴത്തില്ല. നിങ്ങൾ പറയണം, ഇനി ഇത് ഈ ശരീരത്തിൽ എന്ത് ചെയ്യില്ല? വാഴത്തില്ല. കാരണം ഇപ്പൊ ഇവിടെ ഈ ശരീരത്തിൽ വാഴുന്നതാരാ? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ വാഴുന്നതാരാ? അല്ലേ, മഹത്വത്തിന്റെ പ്രത്യാശയായ നമ്മുടെ ക്രിസ്തു. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറിയിരിക്കുക, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാ. ഇനി അതിനകത്ത് പാപം വാഴത്തില്ല. പാപത്തിന്റെ വാഴ്ചയെ നീക്കി നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിന് ഞാനിന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ സത്യം ദൈവമക്കൾ അംഗീകരിക്കുകയും ഇത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നമ്മളിത് അനുഭവിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വിഷയം, ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് ലോകം മുഴുവൻ ആളുകളെ അടിമപ്പെടുത്തിയിരിക്കുന്ന, ലോകം മുഴുവൻ ആളുകളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ സ്വാധീന ശക്തിയുണ്ട്. അതിൽ നിന്ന് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി. അതെന്താണെന്നറിയാമോ? പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. വായിക്കാം 1 യോഹന്നാൻ 5:19. ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരെന്നും നാം അറിയുന്നു. കേട്ടോ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോ ഈ ലോകം മുഴുവനും എവിടെയാ കിടക്കുന്നത്? ആളുകൾ പറയാ ഞങ്ങൾ സ്വതന്ത്രരാ, ആളുകൾ പറയാ ഞങ്ങളെ ആരും ഭരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 1-2 വാക്യങ്ങൾ വേഗം വായിക്കാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇന്ന് വചനം ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ സത്യം എല്ലാവരും അറിയണം. ലോകത്തിലെ മുഴുവൻ വ്യക്തികളെയും നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുവാൻ കരുത്തുള്ള ഒരു അന്ധകാര മണ്ഡലത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ ശക്തിയിൽ നിന്ന് പുറത്തു വന്നവരാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അവൻ കാരണം ക്രിസ്തു ആ അധികാരത്തെ തകർത്തു. നിങ്ങൾ അറിയണം, ആ അധികാരത്തെ ക്രിസ്തു തകർത്തു എന്ന് പറയുമ്പോൾ ആ അധികാരത്തെ തകർത്തു എന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് സ്വീകരിച്ച് അവിടുത്തെ ബലിമരണത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത സകലരെയും ഈ ആകാശത്തിന്റെ അധികാരം, അല്ലെ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര വ്യാപാരം, അതവരെ നയിക്കുക, അതവരെ നിയന്ത്രിക്കുക, അതവരെ കൊണ്ടുപോവുക. ആളുകൾ പറയുന്നത് ഞങ്ങളെ ആരും നിയന്ത്രിക്കുന്ന ഇല്ല. സുഹൃത്തെ, നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ഈ അന്ധകാര ശക്തിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചെയ്യുന്ന ഈ കൊലപാതക, മനുഷ്യൻ ചെയ്യുന്ന ഈ അധാർമിക പ്രവൃത്തികൾ, അല്ലെ, മനുഷ്യൻ ചെയ്യുന്ന ഈ വലിയ ഭീകരമായിട്ടുള്ള തെറ്റുകൾ, ഇതിന് പിന്നിലൊക്കെ ഈ ഒരു അശുദ്ധിയുടെ പാപത്തിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ആത്മഹത്യകൾ നടക്കുന്നില്ലേ? അതിനകത്ത് 99% നിങ്ങൾ അറിയണം ഈ ഒരു പൈശാചിക വ്യാപാരമാ. തിരുവെഴുത്തിൽ തെളിവുകളുണ്ട് കേട്ടോ. ഇതകത്ത് വരുമ്പോഴാ ജീവിതത്തെ വെറുപ്പ് തോന്നുന്നത്. ഈ അന്ധകാര ശക്തി, അല്ലെ, വചനം ഇങ്ങനെ പറയുന്നത്, പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനുമാ. അവൻ കൊലപാതകനാ. അനേക കുടുംബങ്ങളിൽ അവൻ കയറിയിരിക്കുക.
അനേക വ്യക്തികളിൽ അവൻ കയറിയിരിക്കുക. കുടുംബത്തിനകത്ത് നാശം വിതച്ച്, വ്യക്തികൾക്കകത്ത് സമാധാനം നഷ്ടപ്പെടുത്തി, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, അല്ലെ ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും നയിക്കുക. അല്ലെ വല്ലാത്ത ദുഷ്ടത മനുഷ്യന്റെ അകത്ത് കുത്തിവെക്കുക. പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ, സഹകരിക്കാൻ കഴിയാതെ, ഒന്നിച്ചു പോകാൻ കഴിയാതെ മനുഷ്യന്റെ അകത്ത് ഈ പാവവും അശുദ്ധിയും കുത്തിവെക്കുന്നതിന് പിന്നിൽ, പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ ഈ അശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാ. മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്നത് 3 ശക്തിയാൽ. അതിലൊന്ന് മനുഷ്യന്റെ തന്നെ അകത്തുള്ള ഒരു ആത്മമണ്ഡലം, അവൻ്റെ സ്വയാത്മാവ്. മറ്റൊന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് എല്ലാവരെയും അല്ല, ദൈവാത്മാവിന് തങ്ങളെ തന്നെ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിക്കുന്നവരുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ആ ആത്മാവ് നേർനിലത്തിലേക്ക് നയിക്കുന്നതാ, നന്മയിലേക്ക് കൊണ്ടുപോകുന്നതാ. ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നതാ. പക്ഷേ മൂന്നാമതൊരാത്മാവുണ്ട്. അത് ഈ ലോകത്തിൻ്റെ ആത്മാവാ, പിശാചിൻ്റെ ആത്മാവാ. അതകത്ത് കയറിയവന് സ്വസ്ഥതയില്ല, അവന് സമാധാനമില്ല, അവൻ ആളുകളോട് സ്നേഹമില്ല, പകയാൻ, വിരോധമാൻ, വൈരാഗ്യമാൻ, അവന് നിരാശയാൻ, അല്ലേ അവൻ്റെ ജീവിതം തകർച്ചയാൻ. കാരണം വ്യാപരിക്കുന്നത് ഇരുട്ടിൻ്റെ ആത്മാവാണ്, വ്യാപരിക്കുന്നത് അശുദ്ധിയുടെ ആത്മാവാണ്. ആ ആത്മാവ് അകത്ത് കയറിയവന്, ആ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവന്, അല്ലേ അവൻ അശുദ്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, അവൻ തിന്മയിൽ ജീവിക്കും, അവൻ അല്ലേ എല്ലാ തിന്മ പ്രവർത്തികളും ചെയ്യും. കാരണം അവനിൽ വ്യാപരിക്കുന്ന ഈ കുലപാതകത്തിന്റെ, ഈ അശുദ്ധിയുടെ, ഈ തിന്മയുടെ ആത്മാവാണ്. സ്തോത്രം. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദയെ കുറിച്ച് എന്താ വായിക്കുന്നത്? സാത്താൻ അവന്റെ അകത്ത് കടന്നപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? യേശുവിനെ കാണിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശൗലിന്റെ അകത്ത് ദുരാത്മാവ് വരുമ്പോൾ ശൗൽ എന്ത് ചെയ്യും? കുന്തമെടുത്ത് ദാവീദിനെ കൊല്ലാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് അകത്ത് വന്നാൽ, ഈ ദുരാത്മാവ്, ഈ പൈശാചിക ആത്മാവ്, ഈ ഇരുട്ടിൻ്റെ ആത്മാവ് അകത്ത് കയറുന്നതാ, അല്ലെ ആളുകളെ നിയന്ത്രിക്കുന്നതാ ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കുഴപ്പത്തിനും കാരണം. പക്ഷെ ആളുകൾ ഇത് സമ്മതിക്കത്തില്ല. അവർ പറയുന്നത് അങ്ങനൊന്നും ഇല്ലെന്നാ. പക്ഷെ വചനം പഠിക്കുന്നവർക്കറിയാം ഈ അന്ധകാര ആധിപത്യങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. അവർക്കതിനുള്ള പ്രത്യേക പരിപാടിയുണ്ട്. അവരാളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, ദേശത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, വ്യക്തികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെ ഇന്ന് നടക്കുന്ന സകല അന്ധവിശ്വാസങ്ങളുടെ പിന്നിൽ ഈ ഇരുട്ടിന്റെ ആത്മാവാണെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന സകല ആധിപത്യങ്ങളെയും, സകല ആരാധനകളെയും, സത്യ ആരാധനയ്ക്ക് വിരോധമായി മനുഷ്യനെ വ്യാജമായ ആരാധനയിലേക്ക് നയിക്കുന്നത് ഈ അന്ധകാര ശക്തിയാ, അല്ലേ? ഈ ശക്തിയാണ് ഈ ലോകത്തുള്ള സകല അധർമ്മത്തിനും കാരണം, മനുഷ്യനെ തിന്മയിലേക്ക് തള്ളിവിടുന്നത്. നമുക്ക് തന്നെ അറിയാം ആദ്യത്തെ പാപം സംഭവിച്ചത് എങ്ങനെയാ? ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ അടുക്കൽ പിശാചു വന്നല്ലേ അവളെ പ്രലോഭിപ്പിച്ചത്? ആ പ്രലോഭനത്തിൽ വീണല്ലേ ഹവ്വ പഴം പറിച്ചു തിന്നത്? വ്യാജം പറഞ്ഞില്ലേ? ഈ ഫലം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ആ വ്യാജത്തിൽ വിശ്വസിച്ച് ഹവ്വ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ലോകത്തിലുള്ള സകല തിന്മകളുടെയും പ്രലോഭനങ്ങളുടെയും പിന്നിൽ ഈ പൈശാചിക വ്യാപാരമാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖന കർത്താവ് പൗലോസ്ലീഹ പറയുക, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നവരാ. പക്ഷേ നിങ്ങളെ അതിൽ നിന്ന് കർത്താവ് ഉയർപ്പിച്ചു. ആ പാപത്തിൻ്റെ, ആ പിശാചിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച, നമ്മളെ പുറത്തു കൊണ്ടുവന്ന, ആ പൈശാചിക വ്യാപാരത്തിൻ്റെ കെട്ടുപൊട്ടിച്ച, ഈ അന്ധകാര മണ്ഡലത്തിൽ നമ്മളെ പുറപ്പെടുവിച്ച ദൈവത്തിന് ഇന്ന് ദൈവമക്കൾ അത്ര നന്ദി പറയണം. ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തിക്ക് ഇനി എൻ്റെ മേൽ സ്വാധീനമില്ല. ഈ ഇരുട്ടിന്റെ വ്യാപാരത്തിന് എൻ്റെ മേൽ സ്വാധീനമില്ല. ആ ചങ്ങല എൻ്റെ കർത്താവ് പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് സ്വതന്ത്രന. എൻ്റെ അകത്തുനിന്ന് വ്യാപരിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവല്ല, എൻ്റെ അകത്തുനിന്ന് വ്യാപരിക്കുന്നത് പൈശാചിക ആത്മാവല്ല. എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്നേഹത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ
ഇന്നും ഈ വ്യാജാത്മാവിനാൽ പിടിക്കപ്പെട്ട് ഈ പൈശാചിക അന്ധകാര ആധിപത്യങ്ങളിൽ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, വ്യക്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് വഴി അറിയില്ല, എങ്ങനെ രക്ഷപ്പെടണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവർ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൊണ്ടുപോകുക. അവർ തകർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കർത്താവേ, ഈ അന്ധകാര ശക്തിയുടെ മണ്ഡലത്തിൽ നിന്ന്, ഈ ഇരുട്ടിന്റെ വ്യാപാരത്തിൽ നിന്ന് ദൈവപുത്രനായ യേശുവേ, ഞങ്ങളെ സ്വതന്ത്രമാക്കിയതുപോലെ അവരെ വിടുവിക്കണമേ. അവരുടെ കണ്ണ് തുറക്കണമേ. വ്യാജ ആരാധനകളിൽ നിന്ന്, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള സകല അധർമ്മത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഈ വ്യാജ ആത്മാവിന്റെ വ്യാപാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗമെന്ന് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ശ്രദ്ധിക്കണേ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. നോക്കണേ, പിശാച് മരണം വിതയ്ക്കുന്നവനാണ്, മരണത്തിന്റെ അധികാരിയാണ്, അല്ലെ? ഭയം വിതയ്ക്കുന്നവനാണ്, മനുഷ്യനെ അശുദ്ധിയിലേക്ക് തള്ളിവിടുന്നവനാണ്, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ്, കൊലപാതകത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നവനാണ്, നിനക്ക് ജയിക്കാൻ വേണ്ടി നിനക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നവനാണ്, അല്ലേ? അശുദ്ധിയുടെ ആത്മാവിൽ നിന്ന് കർത്താവ് നമുക്ക് ജയം നൽകി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നത് പോലെ, കണ്ടോ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ പുറപ്പെടുവിച്ച കർത്താവ്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, അവന്റെ ഇരുമ്പ് ചൂളയ്ക്കകത്ത് നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, അല്ലെ, ഈ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വന്നവരാ ഞാനും നിങ്ങൾ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇനി ഞാൻ ആ ഇരുട്ടിന്റെ ആധിപത്യത്തിനകത്ത് കിടക്കേണ്ടവനല്ല. ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ആധിപത്യങ്ങള്, വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ ശക്തികള്, ഇതിനൊന്നും എന്റെ മേൽ അവകാശമില്ല. അതിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു, പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇനി അടുത്തു വരാൻ പറ്റില്ല, കാരണം നമ്മെ ആ അധികാരത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാനിനി ആ ഇരുട്ടിന്റെ ശക്തിയിൽ അല്ല. അതിനി എൻ്റെ വിശ്വാസികൾക്ക് പേടിയാ. വിശ്വാസികൾക്ക് ഈ വചനമൊന്നും അറിയത്തില്ല കേട്ടോ. പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ആ ശാപം, ഇരുട്ടിന്റെ ശക്തി എൻ്റെ മേൽ ഉണ്ടെന്നാ, ആ പോരാട്ടം എൻ്റെ മേൽ വരുന്നെന്നാ. ഇല്ല, നീ വിശ്വസിക്കരുത്, അത് വ്യാജമാ. നീ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനെ ഞാൻ അന്യനല്ല എന്ന പാട്ടുകാരൻ പാടുന്നത്. ഈ ലോകത്തിൽ എത്ര വലിയ ശക്തിയാണെങ്കിൽ, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിൽ വിശ്വസിക്കരുത്, അതൊന്നും നിങ്ങളോട് അടുത്ത് വരികയില്ല. കാരണം അതിന്റെ അധികാരം ഇനി നിന്റെ മേലില്ല, അതിന്റെ ശക്തി ഇനി നിന്റെ കുടുംബത്തിലില്ല. കാരണം അതിൽ നിന്ന് ദൈവപുത്രൻ നിങ്ങൾക്ക് വിടുതൽ നൽകിയിരിക്കുന്നു. അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. അപ്പൊ കർത്താവ് നമ്മെ മരണഭീതിയിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. നമുക്കിനി മരണഭീതി ഇല്ല കേട്ടോ. കാരണം മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, അല്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മരണത്തിനപ്പുറം ഒരു ജീവിതം. ഈ പിശാച് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മരണഭീതിയാ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. ഇവിടം കൊണ്ട് തീരത്തില്ല. ആ മരണഭീതിയിൽ നിന്ന് വിടിവിച്ച, പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് വിടിവിച്ച, അവന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച ദൈവത്തിന് വെറുതെ സ്തോത്രം പറയണമെന്നല്ല, ദുഃഖത്തോടിരിക്കണമെന്നല്ല. കൊലോസ്യ ലേഖന കർത്താവ് പറയുന്നത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം വേഗം പറയാം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി കർത്താവ്. ആ ന്യായപ്രമാണത്തിന്റെ
ശാപത്തിൽ നിന്ന് നമ്മളെ ദൈവം സ്വതന്ത്രമാക്കി. ഗലാത്യർ 3:13 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ആദ്യം വായിക്കാം. നോക്കിക്കേ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ആരാ? അപ്പൊ ഈ ന്യായപ്രമാണ പുസ്തകം അത് അനുസരിക്കുന്നവൻ, അത് വായിക്കുന്നവൻ, അത് പഠിക്കുന്നവൻ, അത് ലഭിച്ചവൻ അത് മുഴുവൻ പ്രമാണിക്കണം. ലോകത്തിലൊരു മനുഷ്യനും മുഴുവൻ ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റിയല്ല. പറ്റുമോ? ഒരേ ഒരാൾ മാത്രമേ മുഴുവൻ ന്യായപ്രമാണം അനുസരിച്ചിട്ടുള്ളൂ. മുഴുവൻ ന്യായപ്രമാണവും അനുസരിച്ച് തികഞ്ഞവനായവൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവായ ക്രിസ്തു. ഉലകത്തിൽ മനുഷ്യനായി പിറന്ന ആർക്കും ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ പറ്റുകയില്ല. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചില്ലെങ്കിൽ എന്താ? ഒന്നിൽ തെറ്റിയാൽ അവൻ എല്ലാത്തിലും തെറ്റി. ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുമ്പോൾ ന്യായപ്രമാണം നമ്മളെ ശപിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തും. ഇതേ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ചാൽ അവരെക്കുറിച്ച് ഈ വചനം പറയുന്നവർ ശപിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മുഴുവൻ മാനവരാശിയും ശാപത്തിൻ്റെ കീഴിലായി. ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കാൻ വയ്യാത്ത ഒരു ഗതികേട്. അവിടെയാണ് നമ്മുടെ കർത്താവ് വന്നത്. ഗലാത്യലേഖനം 3:13 വായിച്ചതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മെ ഇന്ന് ഒരു കൃപയുടെ പ്രമാണത്തിനകത്താക്കി. നമുക്ക് വേണ്ടി അവനെല്ലാം ചെയ്തു തീർത്തു. ന്യായപ്രമാണം ആവശ്യപ്പെട്ടതൊക്കെ അവൻ ചെയ്തു, അല്ലേ? പകരം അവൻ നമ്മോട് പറഞ്ഞത് ഒറ്റ കാര്യം, എന്നിൽ വിശ്വസിക്കുക. സ്തോത്രം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. കണ്ടോ? നമ്മെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കുവാൻ ഒരാത്മാവിന്റെ പ്രമാണം നൽകിയ ദൈവത്തിനായിട്ട് സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങളിൽ നിന്ന് വിടിവിച്ച ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണമനുസരിച്ച് അവൻ ആർക്കും രക്ഷപ്പെടാതിരിക്കാൻ ഇരിക്കുന്ന സമയത്ത് ക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മെ നീതിക്ക് ദാസന്മാരാക്കി തീർത്തു. ഹല്ലേലൂയ. അവന്റെ മരണം നമ്മുടെ പാപത്തിന് പരിഹാരമായി ആത്മാവിന്റെ പുതിയ പ്രമാണം നൽകിയ അവൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഇനി സ്വർഗത്തിൽ പോകാൻ ന്യായപ്രമാണമെല്ലാം അനുസരിക്കേണ്ട ഗതികേട് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. പകരം നമ്മൾ ഇന്ന് വിശ്വാസത്താല, അവങ്കലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ എനിക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ചു. അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായി മാറി. അവൻ്റെ രക്തം എൻ്റെ പാപത്തിന് പരിഹാരത്തിനാ. ഹല്ലേലൂയ. അവൻ എൻ്റെ പകരക്കാരൻ. ഹല്ലേലൂയ. എത്ര അവൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ മതിയാകും. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയ അടുത്ത കാര്യം ഞാൻ വേഗം പറയാം. ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കർത്താവ് നൽകി. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, റോമർ 6:22 വേഗം വായിക്കാം. സ്തോത്രം. അവിടെ വായിച്ചത് ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിക്കാം, എല്ലാം ശ്രദ്ധിക്കുക. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ഇപ്പോൾ ആരായി? നേരത്തെ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ ദാസന്മാരായി. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. ഇന്ന് നമുക്കൊരു യജമാനനേ ഉള്ളൂ. അത് പാപമല്ല, അത് പിശാചല്ല, നമ്മുടെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നമുക്ക് എന്തായിരുന്നു ഫലം? നമുക്ക് ലജ്ജ തോന്നുന്ന കാര്യമായിരുന്നു.
അല്ലേ? നമ്മളൊക്കെ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയായിരുന്നു. പിശാച് നമ്മെ കൊണ്ട് സകല പാപവും ചെയ്യിപ്പിച്ചു. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തി സകല തിന്മയും പ്രവർത്തിച്ചു. ഓർക്കുമ്പോൾ തന്നെ ലജ്ജ. അങ്ങനെയല്ലേ പുസ്തകം പറയുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ വല്ല അഭിമാനിക്കാനുണ്ടോ? പണ്ട് പാപത്തിൽ ജീവിച്ചത് ഓർക്കുമ്പോൾ ആളുകളോട് പറയാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. ലജ്ജ, അപമാനം, നിന്ന. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ഇന്ന് ദൈവത്തിന് ദാസന്മാരാക്കിയപ്പോൾ എന്ത് ബലമാണെന്നറിയാമോ നമുക്ക് കിട്ടിയത്? ഒന്ന് വായിച്ചേ. ഓ, പണ്ട് അശുദ്ധിയായിരുന്നു കേട്ടോ, അല്ലേ? ചിലർ വാ തുറന്നാൽ നല്ല വർത്താനം പറയത്തില്ലായിരുന്നു, അല്ലേ? ചിലർ അടുത്തോട്ട് പോകാൻ പറ്റുകയില്ലായിരുന്നു. അവൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ വല്ലാത്ത അശുദ്ധിയായിരുന്നു, അല്ലേ? പക്ഷെ ഇന്നോ ദൈവത്തിലായി കഴിഞ്ഞപ്പോൾ തിരുവെടുത്ത് പറയുക, ഇന്ന് നിനക്ക് വിശുദ്ധിയാ. ഇത് നമ്മുടെ സ്വന്തമല്ല കേട്ടോ, ഇത് നമ്മൾ സമ്പാദിച്ചതല്ല. ഇന്ന് ദൈവം നമുക്ക് നൽകിയതാ. ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ നമുക്ക് നൽകിയ രൂപാന്തരമാ. നമ്മുടെ വാക്കിന് വ്യത്യാസം വന്നില്ലേ? വന്നോ? നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസം വന്നില്ലേ? നമ്മുടെ ഇടപാടിന് വ്യത്യാസം വന്നില്ലേ? സ്തോത്രം. ഇത് വിശുദ്ധിയാ. ഇത് ദൈവം നമുക്ക് നൽകിയതാ. ദൈവത്തിന് ദാസന്മാരായതിൻ്റെയാ. ഹല്ലേലൂയ. അടുത്തത്, ഈ വിശുദ്ധീകരണത്തിന്റെ അന്ത്യം നിത്യജീവനുമായിരുന്നു. പാപത്തിന്റെ ദാസനായിരുന്നപ്പോ എന്തായിരുന്നു ഫലം? ലജ്ജയായിരുന്നു, അശുദ്ധിയായിരുന്നു. അതിന്റെ അന്ത്യം നിത്യ മരണമായിരുന്നു, നരകവിധിയായിരുന്നു. ഇപ്പോഴോ പാപത്തിന്റെ ആ നീരാളിപ്പിടുത്തത്തെ വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരായപ്പോ, അല്ലേ, അതിൻ്റെ ഫലം വിശുദ്ധിയും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാണ്. എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അവൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. കർത്താവ് നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, വിശുദ്ധിയിൽ ജീവിക്കാൻ. നിങ്ങൾ ഒരു കാര്യത്തോടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാം. സാത്താൻ അടിമയായിരുന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റൂ? പാപത്തിന് അടിമയായിരുന്നപ്പോൾ പാപം ചെയ്യാനേ പറ്റുമോ? അന്ന് കുറച്ച് നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുമോ? പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ അകത്തുണ്ട്, പക്ഷെ രാവിലെ അങ്ങോട്ട് പോകും. രാത്രി വന്ന് പിള്ളേരോട് പറയും, ഇന്ന് മക്കളെ നാളെ ഒന്നും, അല്ലേ, കുടിക്കുകയല്ല വലിക്കുകയല്ല എന്നൊക്കെ പറയും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? രാവിലെ അങ്ങ് പോവും. ഇതല്ലേ, അയ്യോ മോശപ്പെട്ട വാക്ക് പറയണ്ടെന്നൊക്കെയാ. പക്ഷേ സമയമാകുമ്പോൾ എന്തു ചെയ്യും? ഏതോ ഒരു കൺട്രോളിൽ, ആ കൺട്രോളിൻ്റെ പേരാ പാപം, അല്ലേ? നിന്നെക്കൊണ്ട് നികൃഷ്ടമായത് ചെയ്യിക്കും, അല്ലേ? എത്ര നന്നാകണമെന്ന് വിചാരിച്ചാലും നടക്കുകയല്ല. അതാ അതിൻ്റെ സ്വാധീനം, ശക്തി. പകരം അതിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നപ്പോൾ ഇപ്പോൾ എന്താ ഫലം? വിശുദ്ധിയാ. സ്തോത്രം. വിശുദ്ധീകരണമാ. അതിൻ്റെ അന്ത്യം അച്ഛാ നിത്യജീവനാച്ചാ, നിത്യജീവനാ. ഇതിൽ ജീവിച്ചോണം. ഇത് ദൈവം നൽകിയ സ്വാതന്ത്ര്യമാ. നല്ലവരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശുദ്ധനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ടില്ലായിരുന്നു കേട്ടോ. നീ തീരുമാനിച്ചാലും പറ്റുകയല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിനക്ക് പറ്റും. ഒരു വിശുദ്ധനായി ജീവിക്കാൻ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ, ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ, ഒരു ദൈവവൈതലായി ജീവിക്കാൻ കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ഒരു പിശാചും വരികയല്ല നീ തീരുമാനിച്ചിറങ്ങിയാൽ. സ്തോത്രം. ഞാനൊരു ദൈവവൈതലായി ജീവിക്കുമെന്ന് തീരുമാനിച്ചു പോയാൽ മുഴുവൻ സ്വർഗവും നിന്റെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നിനക്കൊപ്പം വരും. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ വരും. ദൈവപുത്രൻ നിന്റെ അകത്തിരിക്കും. എത്ര വലിയ സ്വാതന്ത്ര്യമാ! നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നന്നായി ജീവിക്കാൻ, ഒരു വിശുദ്ധനായി ജീവിക്കാൻ നീ പ്രാർത്ഥിച്ച് തീരുമാനിച്ചാൽ സ്വർഗം നിന്റെ കൂടെ വരും. സ്തോത്രം. പക്ഷെ ഒരു മുന്നറിയിപ്പൂടെ പറയുന്നുണ്ട്. അതാ നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് 2:16. അതുകൂടെ ഒന്ന് കേൾക്കണേ, വായിച്ചോ. 1 പത്രോസ് 2:16. ഒരു മുന്നറിയിപ്പുണ്ട്.
ദൈവം പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ച്, പിശാചിന്റെ ചങ്ങല പൊട്ടിച്ച് നിന്നെ ദൈവത്തിന്റെ ദാസനാക്കി, ദാസിയാക്കി തീർത്തു. അതിന്റെ ഫലം വിശുദ്ധീകരണമാ, അതിന്റെ അന്ത്യം നിത്യജീവനാ. പക്ഷേ ദൈവം നിനക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യം, ഏത് സ്വാതന്ത്ര്യം? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്നാരും നിന്റെ കൈ പിടിക്കില്ല. ഒരു പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നീ അനുവദിക്കാത്ത കാലത്തോളം. നീ ഒരു വിശുദ്ധനായി ജീവിക്കാൻ സ്തോത്രം പറഞ്ഞ് ജീവിച്ച ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കും. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ നീ എന്ത് ചെയ്യരുതെന്നാ? ദുരുപയോഗം ചെയ്യരുത്, ദുഷ്ടത ചെയ്യാനുള്ള മറയാക്കരുത്. ഇന്ന് വളരെ ദുഃഖത്തോടെ, വ്യസനത്തോടെ ഞാൻ പറയട്ടെ, ദൈവമക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കിയ ഒത്തിരി ആളുകൾ. ദൈവം വിശുദ്ധരായി ജീവിക്കാൻ അവസരം കൊടുത്തു, അവരുടെ ചങ്ങലയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു, പിശാചിൻ്റെ സ്വാധീനമൊക്കെ എടുത്തു മാറ്റി, കുടുംബത്തിനകത്തുനിന്ന് ശാപങ്ങളൊക്കെ ദൈവം തകർത്ത് കളഞ്ഞ് ദൈവം അവരെ വിശുദ്ധീകരിച്ച് തൻ്റെ മക്കളാക്കി നിർത്തി, അല്ലേ? പക്ഷേ കിട്ടിയ അവസരം അവർ സന്തോഷത്തോടെ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് പകരം കിട്ടിയ അവസരത്തിൽ, അല്ലേ, അവർ പാപം ചെയ്ത്, അധർമ്മം ചെയ്ത് അശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. കർത്താവ് പറയുക, ഇല്ല, ദുഷ്ടതയ്ക്കത് മറയാക്കരുത്. ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി ഞാനും നിങ്ങളും ജീവിക്കണമെന്ന ബുദ്ധി ഉപദേശം ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് നൽകുക. സമയം പോകുന്നു, വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനകത്ത്, കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ആകർഷണം, അതിൻ്റെ നിയന്ത്രണം, അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവമക്കൾ അത് അറിഞ്ഞിരിക്കണം. ഈ ലോകം വല്ലാതെ മോഹിപ്പിക്കുന്നതാ, ലോകം ആളുകളെ സ്വാധീനിക്കുന്നതാ, ശരിയല്ലേ? അതിനാ ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. എഫേസ്യ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന. അപ്പൊ ഈ ലോകത്തിൻ്റെ ഒരു ട്രെൻഡുണ്ട്. അതാ ഈ ലോകം ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധിപതി ആരാന്നാ പറഞ്ഞേ? ഈ ലോകത്തിന്റെ ദൈവം പിശാച്. അപ്പം അവന്റെ ഒരു ട്രെൻഡുണ്ട്, അവന്റെ ചില പദ്ധതികളുണ്ട്. അതിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചവരാ ഞാനും നിങ്ങളും. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ജീവിക്കേണ്ട ഗതികെട്ട ഒരവസ്ഥയിലല്ല നമ്മൾ. എന്ന് പറഞ്ഞാൽ നാട്ടുഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. നാട് ഓടുമ്പം നടുവേ ഓടേണ്ടവരല്ല നമ്മൾ. ഈ ലോകം അതിൻ്റെ കാലഗതി പലതും കാണിക്കും. എന്തെല്ലാം രീതിയിലാണ് ഇന്ന് ലോകത്ത് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു കാലമാണ്, അല്ലേ? ഒരു കാലത്ത് വലിയ പാപമാണെന്ന് കരുതിയ പലരും ഇന്ന് ലോകത്തിന് മുമ്പിൽ എന്തല്ല പാപം അല്ല, അതൊക്കെ ഇന്ന് വളരെ അഭിമാനമാണ്. ഞാൻ ഓരോന്നും പറഞ്ഞ് വിശദീകരിക്കുന്നതാ, അല്ലേ? കുടുംബജീവിതം പരമപവിത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഇഷ്ടം പോലെ ഡിവോഴ്സ് നടക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാം? കളയാം, ഇഷ്ടമുള്ളവനെ സ്വീകരിക്കാം. ലോകത്തിൻ്റെ കാലഗതിയാ, അല്ലേ? അതുകൊണ്ട് മാത്രം തീർന്നോ? ഇന്ന് വേറൊരു ട്രെൻഡുണ്ട്, കല്യാണമേ വേണ്ട, ജീവിക്കണമെങ്കിൽ ഇഷ്ടമുള്ളവരോട് എന്ത് ചെയ്യാം? ജീവിക്കാം, അല്ലേ? അതിന് പറയുന്നതാ ലിവിങ് ടുഗദർ. കാലഗതിയാ, തീർന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ ആണും പെണ്ണും കൂടെ തന്നെ കഴിക്കണമെന്നില്ല. ആണുങ്ങൾക്ക് ആണാണ് താല്പര്യമെങ്കിൽ, പെണ്ണിന് പെണ്ണാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം? അതാ ലോകത്തിൻ്റെ കാലഗതിയാ. ഇതിങ്ങനെ നടക്കുക പലതും. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണിക്കുന്ന ഈ അല്പവസ്ത്രധാരണവും ഈ ഫാഷനും പടുതിയുമൊക്കെ. അതൊന്നും ഞാനിനി അധികം വിശദീകരിക്കാനും നിങ്ങൾക്കറിയാം. ഇങ്ങനെ പല രീതിയിലാണ് ആളുകൾ പേക്കോലം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നടുവിൽ തിരുവെടുത്ത് പറയുക, ആ കാലഗതിയിൽ നിന്ന്, ആ ആകർഷണത്തിൽ നിന്ന്, അതിൽ നിന്ന്, അതിൻ്റെ നിരാളിപ്പിടുത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാ ഞാനും നിങ്ങൾ. അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യം എനിക്കും നിങ്ങൾക്കുമില്ല. ദൈവം നമ്മളെ
അതിൽ നിന്ന് പുറത്തു ചാടിച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് പെട്ടുപോകേണ്ടവരല്ല, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതനുസരിച്ച് ക്രിസ്തുവിന് ചേർന്ന നിലയിൽ ജീവിക്കാനുള്ള ഭാഗ്യവും പദവിയും ദൈവം നൽകിയിരിക്കുന്നു. അതാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. പൗലോസിനോട് ചേർന്ന് നമുക്കിങ്ങനെ പറയാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും വായിക്കാം. 12:2 ആദ്യം മുതൽ വായിക്കാം. 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. അതിന്ന് വിടുവിച്ചു വച്ചാ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, മക്കളെ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക, വിടുവിച്ചിരിക്കുക. അതിൻ്റെ അനുസരിച്ച് ജീവിക്കണ്ട. അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. ആ ട്രെൻഡിനനുസരിച്ച് ഓടേണ്ടവരല്ല നിങ്ങളെ കർത്താവ് അതിൽ വിടുവിച്ചിരിക്കുക. അല്ലാതെ ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുക. അതിനായിട്ട് സ്തോത്രം. അവസാനമായി നിത്യതയ്ക്കുള്ള സ്വാതന്ത്ര്യം. അതെന്താ അങ്ങനെ പാസ്റ്റർ, നിത്യതയ്ക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം? അതായത് നമ്മളെല്ലാവരെയും കർത്താവ് വിടുവിച്ച് രക്ഷിച്ച് ഈ ആധിപത്യത്തിൽ നിന്നൊക്കെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാ? ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണോ? ഇവിടെ കൊണ്ട് തീരാൻ വേണ്ടിയാണോ? അല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണ് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെന്താ അങ്ങനെ പറഞ്ഞ്? പിശാചിൻ്റെ കയ്യിൽ അന്ന് ഇരുന്നപ്പോൾ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുകയല്ല. അവൻ സമ്മതിക്കുകയല്ല. ലോകത്തിൻ്റെ പിടിയിലായിരുന്നപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പോലും പറ്റുകയല്ല. പറ്റുമോ? ഈ ലോകത്തിൻ്റെ കാലഗതിയിൽ ജീവിക്കുന്നവന് നിത്യതയുണ്ടോ? പിശാച് അകത്ത് കയറിയാൽ പിന്നെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പാപം അകത്തുള്ളതിന് അത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. പകരം ഈ സ്വാധീനത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ ഇന്ന് നമുക്ക് നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്? ഈ ദുഃഖം നിറഞ്ഞ, കഷ്ടം നിറഞ്ഞ, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ലോകത്ത് കർത്താവ് എങ്ങനെയെങ്കിലും ആ നിത്യരാജ്യത്തിൽ പോയാൽ മതി. ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്നു. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ഇന്ന് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും പറയുക, നിങ്ങൾക്ക് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിരിക്കുക. ഈ ലോകത്തിന് വേണ്ടി ഇനി നിങ്ങൾ ജീവിക്കണ്ട, പിശാചിന് വേണ്ടി ജീവിക്കണ്ട, പാപത്തിൻ്റെ അടിമയായി ജീവിക്കണ്ട. അല്ലേ, നിത്യതയുടെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. അങ്ങോട്ട് പോകാനുള്ള പ്രത്യാശയിൽ ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുക. സ്വാതന്ത്ര്യം നൽകിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രത്യേകത, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാം. എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ടും പാസ്റ്റർ ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾക്ക് ഈ ലോകം മതി. പക്ഷെ നിങ്ങൾ അറിയണം, കർത്താവ് നിങ്ങൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. കർത്താവിനെ സ്വീകരിക്കാൻ, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഇന്ന് പകൽ ഈ വചനം നമ്മോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതിലൂടെ ദൈവത്തിന് നമ്മോട് എന്താ പറയാനുള്ളത്? ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഞാനും നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാ, ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ വിരുദാരും തെറ്റിക്കരുത്. പഴയ ചങ്ങലകളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത്.
പാപത്തിൻ്റെ ചങ്ങലയിലേക്ക് ഇനി നിങ്ങൾ പോകരുത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പോണോ വേണ്ടായോ എന്ന്, അല്ലേ? അതാണ് നിനക്ക് നൽകിയ സ്വാതന്ത്ര്യം. പാപം ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ആരാ? നിങ്ങളാ. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളായിരുന്നില്ല. അകത്ത് അവൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് പാപം ചെയ്തേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇന്ന് തമ്പുരാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക, ഒരു വിശുദ്ധനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറകോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കർത്താവ് പറയുക, പോകരുത്, പോകരുത്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പാപത്തിൻ്റെ ചങ്ങലകൾ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തി ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചല്ലോ. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയല്ലോ.